ഹായ് ഗൈസ്, ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി എത്തിയ മലയാളി ഫ്രം ഇന്ത്യന്റെ വേൾഡ് മലയാളി ആനന്ദ് എന്ന് പറഞ്ഞ സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ട്രെൻഡിങ് ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പൊ നമുക്ക് അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ സോങ്ങിലോട്ട് പോവാം. സ്റ്റാർട്ട്. ബ്രോ, കൃഷ്ണ സോങ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല റെസ്പോൺസ് ഉണ്ട്. ബ്രോ ഒന്നും പറഞ്ഞില്ല. എടാ, 36 ദിവസം കൊണ്ട് നീ 86 ദിവസം ഷൂട്ട് ചെയ്തു. ഒരു ഓഞ്ഞ വിഗ് തന്നെ നീ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. പോരാത്തിന് എന്റെ ബാക്ക് വിറ്റ് നീ ട്രെൻഡിങ് ആക്കി. ഇനി ഞാൻ നിനക്ക് പ്രൊമോ സോങ് ഡേറ്റ് തരണതാ. ചതിയാ. അതെല്ലാം വിട്, പ്രൊമോഷൻ എങ്കിലും വന്നൂടെ? പ്രൊമോഷനോ? ഈ യൂത്ത് ഐക്കൻ സാറായി ഞാനോ? ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മൂവി സ്ക്രീൻ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഇത്രയും പോപ്പുലറായി ഞാൻ പ്രൊമോഷൻ ചെയ്യണം. ഡിജോ, നീ ഇതൊക്കെ പോയാൽ പുതിയ പിള്ളേരോട് പറ. അല്ല ബ്രോ, ഞാൻ ഒന്ന് പറയട്ടെ ബ്രോ. ഇല്ല ഇല്ല ഇല്ല, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാനിത് ചെയ്യൂല. The Malayali anthem begins. JXP Joy Musical. Dancers. ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് കൊച്ചിയാക്കും, മെൽബോണും വേണേൽ കുന്നംകുളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. നിന്റെ ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് കൊച്ചിയാക്കും, മെൽബോണും വേണേൽ കുന്നംകുളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. വേഷം നോക്കി വെറുക്കില്ല, നിന്റെ അന്നം ഇവിടെ മുടക്കില്ല. വേഷം കെട്ട് കളിച്ചാലോർത്തോ കേരളമാണ് പൊറുക്കില്ല. ഇളയങ്കളിയുടെ നാടാ, അയ്യപ്പന്റെ നാടാ, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാടാ, നങ്ങലിയുടെ നാടാ, കൊച്ചുണ്ണിയുടെ നാടാ, വറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചോര മണ്ണാടാ. ഒരു ദുനിയ അതിൽ മുങ്ങി നടക്കണ പഹയ, വിധി കടല് കടന്നൊരു വിളിയ. മലയാളി ഫ്രം ഇന്ത്യ, ദുബായ്, ജപ്പാൻ, കൊറിയ, USA, UK, മലേഷ്യ, എന്തിൽ ചന്ദ്രൻ പോലും ഉണ്ടടാ. മലയാളി ഫ്രം ഇന്ത്യ. ചുംബികൾ ഞങ്ങള് കെട്ടണതേ. ഹലോ, മലയാളികൾ അമ്പിളി മണ്ണിൽ ചായ കൊടുക്കണടേ. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതമെന്നരുളിയ ഗുരുവിൻ മണ്ണ. 18ന്റെ പല പല പണികളെ അതിജീവിച്ചൊരു ദൈവത്തിൻ നാടാ. പുരുഷൻ കുറിയും ഞങ്ങൾ വരയ്ക്കും, തൊപ്പിയും വെക്കും, കാവിയുടുക്കും, മുണ്ട് മടക്കി പോരിറങ്ങും, ലോകം ഉള്ളം കയ്യിലെടുക്കും. அடிப்புடி இருந்தாலும் நீயும் நான சகோதர. அடிப்படையில் தமிழமும் சொந்தக்கார. மலையாளி மலை மேல ஏறி அந்த நிலவுல ஏறி நம்ம சேட்டா வண்டி தொற பாண்ட சாய கடை. அங்கேயும் தமிழ்ல வருவா மச்சான் அட்டி போட. எங்க தளபதி பாட்ட போட்டு டான்ஸ் ஆட. வந்து கிடையாதுடா நம்மள கட்டி போட. நம்ம போகாத நாடு ரொம்ப வீக் போல. எனக்கு ஜல்லிக்கட்டு கலரி பூக்கிட்டு, சாப்பிட்டா பேசுனால ஜனட்டு பிறகுட்டு, மொழிய கத்துக்கிட்டு, வள்ளிய பொத்துக்கிட்டு, உழைப்பட்டு சவுத் சைட் ப்ரௌன் பாய்ஸ் கிட்ட. ஃபாரின்ல கேட்கிறான் ஆரியம் ஃப்ரம் இந்தியா, அடுத்து கேட்கிறான் குமார நாம் கியா. இந்தியா பேசும் ஒரே மொழி ஹிந்தியா, நாம இந்தியா நான் இல்லையான்னு கொஞ்சம் சொல்லையா.
ഡൗൺ ഒരു ദുനിയ അതിമുങ്ങി നടക്കണ പഹയ വിധിക്കടലു കടന്നൊരു വിളിയ എട മലയാളി ഫ്രം ഇന്ത്യ ദുബായ് ജപ്പാൻ കൊറിയ USA UK മലേഷ്യ ഇന്ത്യ ചന്ദ്രൻ പോലും മുങ്ങട എട മലയാളി ഫ്രം ഇന്ത്യ കളിക്കി കളിയാട ഒരു നീയാണൊരു മനസ്സാട മലയാളി ഫ്രം ഇന്ത്യ Dijo Jose Antony Philip May 1st release tribute to Malayalis worldwide. അപ്പോൾ സംഭവം നമുക്ക് വ്യക്തമാണ്. പിന്നെ നമുക്ക് ട്രെയിലറിനും ടീസറിനും കാണുന്നതിനെക്കാട്ടി ഐഡിയ നമുക്ക് ഈ പാട്ടിലൂടെ കിട്ടി. നമ്മളെ മലയാളീസ് എവിടെ ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു ടെറിട്ടറി ഉണ്ടാക്കും. അവിടെ ഒരു മലയാളി കോർണർ ഉണ്ടാക്കും. മലയാളി കടകളും ചായക്കടയായാലും ഷോപ്പിംഗ് മാർട്ടായാലും ഉണ്ടാക്കും. നമുക്ക് ഇവിടെ ഏത് സ്ഥലം ഇന്ത്യയുടെ ഉള്ളിലെ സ്ഥലമാണെങ്കിലും പുറത്തായാലും എവിടെയായാലും നമുക്ക് പോയ മലയാളികളുള്ള കുറച്ച് ഭാഗം എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു കാര്യമാണ് സിനിമയിൽ കൊണ്ടുവരുന്നത് തോന്നുന്നത്. അത് ആദ്യം മറ്റ് രാജ്യക്കാർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. അവസാനം അവരെ കൊണ്ട് മലയാളം പറയിപ്പിക്കും എന്നുള്ള രീതിയിലാണ് പാട്ട് വരുന്നത്. നല്ല ഫണ്ണി ആയിട്ടുള്ള നല്ല അടിപൊളി പാട്ടായിട്ടുണ്ട്. ശരിക്കുമുള്ള ലോകത്തിപ്പോൾ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാളികൾ എവിടെ പോയാലും അവരതിൻ്റെ ഒരു വൈബ് എല്ലാ സ്ഥലങ്ങളിലും സ്പ്രെഡ് ചെയ്യാൻ നടക്കാറുണ്ട്. ന്യൂയോർക്ക് നമ്മൾ കൊച്ചിയാക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ഇത് കുന്നംകുളം കോട്ടയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് മലയാളികളുടെ ബേസിക് സ്വഭാവം അവരുടെ ബേസിക് ആയ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പടമാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫൺ ഫിൽഡ് ആയ പടമായിരിക്കും May 1 റിലീസ് ചെയ്യുന്നത്. ധ്യാനമുണ്ട് കൂടെ. അപ്പൊ എന്തായാലും ഒരു കോമഡി റൊമാൻറ്റിക് പടം റോം കോം പടമായിട്ട് തന്നെയാണ് വരാൻ പോകുന്നുള്ള സൂചന തന്നെ. നമുക്ക് കൃഷ്ണ നല്ല പാട്ട് കേട്ടു. റൊമാൻസ് ഉണ്ട്, കോമഡി നിർബന്ധമായിട്ടുണ്ട്. ഈ പാട്ടും ട്രെയിലറും ടീച്ചറൊക്കെ കാണുമ്പോൾ നിർബന്ധമായിട്ടുണ്ട്. അപ്പം ഡിജോ ജോസ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്തൊക്കെ കുറച്ച് സീരിയസ് ആയ പടം. ജനഗണമന അതുപോലെ തന്നെ ക്വീനൊക്കെ കുറച്ച് സീരിയസ് കൂടുതലുള്ള പടങ്ങളാണ്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും എന്ന് കാണാനൊരു ആകാംക്ഷ കൂടി ഇതിലുണ്ട്. കണ്ടിടത്തോളം ട്രെയിലറും ടീച്ചറും പാട്ടൊക്കെ കണ്ടിടത്തോളം ഫണ്ണാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിന് കട്ട വെയിറ്റിംഗ് ആണ് ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും കാണാൻ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടുനോക്കാം. നിങ്ങൾക്ക് ഈ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം ഞാൻ കാത്തുനിന്നു. സോ പ്ലീസ് കമന്റ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പരിഗണിക്കണേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. അത് വരെ ബൈ ബൈ.